പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബ്രാഹിം എന്ന മകനെ സംബന്ധിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബർ ജന്നത്തുൽ ബഖീൽ നമ്മളിപ്പോൾ കാണുന്നതാണ്. അടിമയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു മഹദിയായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. മഹദി നല്ല തഖ്വയുള്ള ആളായിരുന്നു. ഹിജ്റ 8-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലാണ് ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനിക്കുന്നത്. പിറവിയുടെ 7-ാം നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞിന് ഇബ്രാഹിം എന്ന പേര് നൽകുകയും അക്കീഖ അറുക്കുകയും ചെയ്തു. 2 ആടുകളെയാണ് അക്കീഖ അറുത്തത്. അബൂ ഹിന്ദ് എന്ന് പറയുന്നവരാണ് കുഞ്ഞിന്റെ മുടി കളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടിയുടെ തൂക്കം നോക്കി ദാനം ചെയ്തു. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയുടെ പ്രസവ ശുശ്രൂഷ ബീവി സൽമയായിരുന്നു നിർവഹിച്ചിരുന്നത്. മാരിയ ബീവി പ്രസവിച്ച ഉടനെ ബീവി സൽമ എന്നവർ സ്വന്തം ഭർത്താവ് അബൂ റാഫി എന്നവരെ സന്തോഷം അറിയിച്ചു. അബൂ റാഫി എന്നവർ ആ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമാറി. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. അബൂ റാഫിയന് ഒരു അടിമയെ കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഇബ്രാഹിമിന്റെ പിതാവേ, അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞിന് മുലയൂട്ടാൻ കൂടുതൽ ഭക്തയും സ്നേഹസമ്പന്നയുമായ യുവതിയെയാണ് തേടിയത്. തങ്ങളുടെ ശ്രദ്ധയിൽ ഉമ്മു ബർദ എന്ന മഹദിയാണ് പതിഞ്ഞത്. മുന്തിർ എന്നവരുടെ മകളാണ് ഉമ്മു ബർദ. ഭർത്താവ് ബറ എന്നവരുമാണ്. രണ്ടുപേരും തികഞ്ഞ ഭക്തരാണ്, ഉത്തമ സൽസ്വഭാവികളുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞിനെ ഉമ്മു ബർദ എന്നവരെ ഏൽപ്പിക്കുകയാണ്. ഇബ്രാഹിമിന് മുലയൂട്ടാൻ മറ്റൊരു സ്ത്രീക്കും കൂടി ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരാണ് ഉമ്മു സൈഫ് എന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഉമ്മു സൈഫ് എന്നവർക്ക് ഇബ്രാഹിം എന്ന കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തത്. അബൂ സൈഫിന്റെ പ്രിയതമയാണ് ഉമ്മു സൈഫ് എന്നവർ. അബൂ സൈഫ് മദീനയിൽ അറിയപ്പെട്ട ഇരുമ്പ് പണിക്കാരനായിരുന്നു. ഇബ്രാഹിമിന്റെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും സന്തോഷവാനാക്കി. കൈക്കുഞ്ഞായിരിക്കെ തിരിച്ചു വിളിക്കപ്പെട്ട കാസിമിന് പകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം എന്ന മകനെ കണ്ടു. പക്ഷേ ആ സന്തോഷവും അധിക നാൾ നീണ്ടു നിന്നില്ല. 1.5 വയസ്സ് പിന്നിട്ട ഇബ്രാഹിമിനെ തേടി മരണം എത്തുകയാണ്. ഇബ്രാഹിം രോഗബാധിതനായി. റബീഉൽ അവ്വൽ 10-ന് ഒരു ചൊവ്വാഴ്ച ദിവസം ഇബ്രാഹിമിന് അസുഖം മൂർജിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സൈഫിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. രംഗം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞിനെ വാരിയെടുത്തു സ്വന്തം മടിയിൽ കിടത്തി ശ്വാസം പകർന്നു. അധികം താമസിച്ചില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കിടന്നു തന്നെ ഇബ്രാഹിം ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിയായി ദുഃഖിച്ചു. അവിടുത്തെ കൽബിൽ വേദനയൂറി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ദുഃഖം അടക്കാനാവാതെ തങ്ങൾ വിതുമ്പി. ഇത് കണ്ട കൂടെയുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അങ്ങ് കരയുകയോ? വേണ്ടപ്പെട്ടവർ മരിച്ചാൽ കരയരുതെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം, ഓ ഇബ്നു ഔഫ്, കരയരുതെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ആർത്തട്ടഹസമാണ് ഞാൻ പാടില്ല എന്ന് പറഞ്ഞത്. മരിച്ചവരുടെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞുള്ള ആ ആർത്തനാദം അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതേസമയം സ്നേഹത്തിന്റെ പേരിലുള്ള കണ്ണിറയൽ അത് തെറ്റല്ല. കരുണയുടെ കണ്ണീർ കണങ്ങൾ ഒഴിവാക്കാൻ ആർക്ക് പറ്റും? കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കില്ലെന്നല്ലേ പ്രമാണം. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ കുട്ടിയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യുകയും ചെയ്തു.